6 വർഷം മുമ്പ് സ്റ്റോക്ക് വന്ന് തളർന്നു പോയ ആളാണ്. മലക്കടപ്പിൽ ഇപ്പം 2.5 വർഷം കിടന്നൊരു വ്യക്തിയാണ്. എനിക്ക് പണി പനച്ചത്തായിരുന്നു. അതെല്ലാം കഴിച്ച് എന്നെ ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ച് ഞാൻ മരിച്ചുപോയി, എന്നെ വീട്ടിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞ് നിന്നു. അവിടുന്ന് ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമോ, ഇവിടുന്ന് ഒരു പേപ്പർ എനിക്ക് ചേച്ചി കൊണ്ടുവന്ന ആ പേപ്പർ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അമ്മേനെയും യേശുവിനെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞാൻ ഇച്ചിരിച്ച് മെച്ചപ്പെട്ട് ഇന്ന് ഞാൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പം ഉടമ്പടിക്ക് ശേഷം ഞാൻ നല്ലോണം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ലോട്ടറി വിൽക്കാൻ പോകാൻ നല്ല ആരോഗ്യമാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. കാലിന് വില ഒട്ടുമില്ലാത്തടത്ത് ഞാനിപ്പോൾ നല്ലോണം നടക്കുന്നുണ്ട്. എനിക്ക് നല്ല അനുഗ്രഹം കിട്ടി. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇനിയും മുന്നോട്ട് വരുമെന്ന് ഞാനും നല്ല രീതിയിൽ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വരുമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, വരുമെന്ന് പ്രതീക്ഷയുണ്ട്. എനിക്ക് എൻ്റെ കെട്ടികളൊക്കെ എന്നെ മേടിച്ച് പോയായിരുന്നു. ആ ഒരു തിരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പഠിച്ചപ്പോൾ തിരിച്ച് വന്നു. ഇപ്പോൾ എന്നെ അവർ നോക്കുന്നുണ്ട്. എൻ്റെ മക്കളെ എന്നെ ഉപേക്ഷിച്ചായിരുന്നു. ആ മക്കളും ഇപ്പോൾ എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ആ കൂട്ടുകാരന് 2 തവണ ഇപ്പം എൻ്റെ കൂടെ വന്നു. അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് നല്ല പ്രതീക്ഷ തന്നായിരുന്നു. ഞാൻ ആ പ്രതീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷ എനിക്കും ഉണ്ടായി. അമ്മ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചാലും അമ്മ എന്നെ ഉപേക്ഷിക്കാമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. ആ കയ്യെ പിടിച്ച് അമ്മ വലിച്ചുകൊണ്ട് പോയ പോലെ തോന്നി. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ മുതലാണ് എനിക്ക് പ്രതീക്ഷ നൽകി ഞാൻ ഈ നിലയിലിട്ട് തിരിച്ചു വന്നത്. എനിക്ക് ഇനി എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല സഹോദരങ്ങളെ. എനിക്ക് അത്രമാത്രം അനുഗ്രഹം എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആ അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വലത്തെ കൈ വിടുമ്പോൾ ചോറ് പോലും ഭാരതത്തിലത്തെ കയ്യിൽ ഈ മൈക്ക് ഇപ്പം പിടിച്ചിരിക്കുന്നു. ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ മൈക്ക് ഇങ്ങനെ നിൽക്കുമെന്ന്. അത്ര അനുഗ്രഹം എനിക്ക് അമ്മ തരുന്നുണ്ട്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ 1:16 വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ ഇന്ന് അനിൽ എന്ന ഈ മകൻ തൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. താൻ ഒരു ചെത്ത് ആയിരുന്നു. അങ്ങനെ തനിക്ക് സ്ട്രോക്ക് വരാനിടയായതും തന്നെ എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ഭാര്യ, മക്കൾ തനിക്ക് താൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷ്യാനുഭവങ്ങളുമായിട്ടുള്ള പത്രമാണ് നാം കൊണ്ടുപോവുക. അത് അമ്മ തന്നെ നമുക്ക് നൽകി നമ്മെ വിടുകയാണ് ആ ക്ഷണക്കത്തുമായിട്ട്. അത് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ. തൻ്റെ ജീവിതത്തിൽ എഴുതാനും വായിക്കാനും അറിയാവോ? എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഞാൻ അന്ന് മുതലേ അമ്മ യേശുവെന്ന് പറഞ്ഞു വന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അന്ന് മുതൽ ആ വിഷമം എനിക്ക് ഇനിയും മാറി വരുന്നതാണ്. എനിക്ക് ഇന്നും നടുവിന് നല്ല വേദനയുണ്ട്. അച്ഛൻ്റെ ധ്യാനം വായിക്കാറില്ലാണ്ട് മൊബൈലിലാണ് ഞാൻ കേൾക്കുന്നത്. ആ ധ്യാനം എന്നും രാവിലെയും വൈകിട്ടും ഞാൻ കേൾക്കാറുണ്ട്.